ഞാൻ പറയട്ടെ, എനിക്കിത് പറയാനൊന്നുമില്ല. ഞാൻ പറയട്ടെ, ആദ്യം ഇൻട്രൊഡക്ഷൻ ഞാൻ പറയാം. വെൽക്കം ബാക്ക്. നിഷാദ് ഹബിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നാൽ ശരി, അപ്പോൾ സ്വാഗതം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി കലാപരിപാടിയിലേക്ക് കടക്കാം. ഇന്ന് നമ്മളെ സ്ഥിരം വീഡിയോ സെറ്റപ്പ് ഒന്നുമല്ല, ഒരു DIY കിളിക്കൂട് ഉണ്ടാക്കാൻ പോവുകയാണ്. വേണ്ട, ഇതാണ് നമ്മുടെ നേരത്തെ കിളിക്കൂട്. ഞാനും എൻ്റെ ഒരു കൂട്ടുകാരൻ അസീം എന്ന് പറയുന്ന ഒരു കൂട്ടുകാരനും കൂടി ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഒരു 10 പേര് ഓടിച്ചിട്ട് ബലാത്സംഗം ചെയ്ത കണക്കാണ് ഇതിൻ്റെ അവസ്ഥ. കംപ്ലീറ്റ് നശിച്ചു പോയി. വേണ്ട, കണ്ടില്ലേ, കംപ്ലീറ്റ്. ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഓട്ടയൊക്കെ ഇട്ടിട്ട് പരമാവധി രക്ഷപ്പെടാനുള്ള കിളികളൊക്കെ പോയി. ഇതിൻ്റെ അകത്തിരിക്കുന്ന ഈ പാത്രങ്ങളും ഈ പേപ്പറും ആ തുണിയൊക്കെ കാണുമ്പോഴത്തേക്ക് നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും ഒരുപാട് ആഹാരമൊക്കെ കൊടുത്ത് ഭയങ്കര റിച്ച് ആയിട്ട് ഇട്ടേക്കുന്ന കിളികളായിരിക്കും. ഒരിക്കലും അല്ല. ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ട അടയ്ക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്. ആഹാരം കൊടുക്കാത്തൊന്നും ഇല്ല കേട്ടോ, ആഹാരമൊക്കെ കൊടുക്കുന്നുണ്ട്. വേണ്ട, കുട്ടിയൊക്കെ സ്നഗ്ഗി ഇട്ട് കൊടുത്തേക്കണ മാതിരിയൊക്കെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ കണ്ട. ഇതൊക്കെയാണ് ഇതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതിനെ നമ്മൾ മാറ്റിയിട്ടില്ലെങ്കിൽ പണിയാവും. എല്ലാ കൂടിനകത്തും ഇതുപോലെ കിളികളും മുട്ടകളൊക്കെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചെടുക്കാൻ പറ്റുള്ളൂ. എന്തായാലും കിളിയെ പിടിച്ച് കയ്യും പോയി, ഒരു കിളി പറന്നും പോയി, ആകെ പണിയായി എന്ന് പറഞ്ഞാൽ. എന്നാലും നമ്മൾ വിട്ടുകൊടുക്കുന്നില്ല. അടുത്ത പരിപാടിയിലേക്ക് കിടക്കുകയാണ്. ഒളിമ്പിക്സിൽ നിന്ന് മെഡലും കൊണ്ടുവരുന്ന മാതിരി ഇതാ ഈ സാധനം കൊണ്ട് നമ്മളിവിടെ വെച്ചിട്ട് ഇതിനകത്തുനിന്നുള്ള ചട്ടികളും വട്ടികളും ഒക്കെ ഇളക്കിയെടുക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതേ കണ്ടോ, അതിനകത്ത് ഒരു കുഞ്ഞൊക്കെ ഇരിപ്പുണ്ട്, കുറച്ച് മുട്ടയൊക്കെ ഉണ്ട്. പക്ഷേ അതിനെ കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ ഇതിന് ജീവനുണ്ട്, പക്ഷേ അത് കിട്ടുമെന്ന് തോന്നുന്നില്ല. എന്തായാലും നോക്കാം. ഈ കാണുന്ന നെറ്റാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത് കേട്ടോ. ഈ നെറ്റിൻ്റെ മുകളിലാണ് നമ്മൾ സംഭവങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഇതൊരു 3 അടി വലിപ്പം വരുന്ന ഒരു നെറ്റാണ്. ഇതിൻ്റെ 4 അടി വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് നീളം കൂടുതൽ, കുറച്ചുകൂടെ ഇതിനേക്കാൾ കുറച്ചുകൂടെ മതിയെങ്കിൽ അത് എടുത്താൽ മതി. ഞാൻ ഉദ്ദേശിക്കുന്നത് കുറേ കൂടെ നല്ല വലിപ്പത്തിന് ഉണ്ടാക്കാനാണ്. നേരത്തെ കൂട് നമ്മൾ 4 അടിയായിരുന്നു. ഇപ്പോൾ എന്തായാലും 3 6 അടി വലിപ്പത്തിനുള്ള ചെയ്യാനാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ 2 നെറ്റൊക്കെ മേടിച്ചിരുന്നത് ജോയിൻ്റ് ചെയ്ത് ഇതുപോലെ ചാർലി ചാപ്ലിൻ നട്ട് മുടുക്കണ മാതിരി നെറ്റൊക്കെ മുടുക്കി ഉണ്ടാക്കാവുന്നതാണ്. വളരെ സിമ്പിളാണ്. ഞാൻ ഈ പഴയ കൂടിൽ നേരത്തെ 2 ഫാനിൻ്റെ, ടേബിൾ ഫാനിൻ്റെ പുറവും അകവും വരുന്ന മൂടിയാണ് ഇങ്ങനെ എടുത്ത് വെച്ചിരുന്നത്. ആക്രി കടയിൽ പോയാൽ 10-20 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്നതേ ഉള്ളൂ. നമുക്കിതിപ്പോൾ ഓൾറെഡി ഇതിവിടെ ഇരിപ്പുള്ളത് കൊണ്ട് നമുക്ക് ഇതിനെ തന്നെ ഇളക്കി എടുത്തിട്ട് കുറച്ച് പെയിൻ്റൊക്കെ അടിച്ചിട്ട് സെറ്റ് ചെയ്യാം. ഇതോ അവിടെ ഇരിപ്പുണ്ട് കുറച്ച് പെയിൻറ്റ്, സ്പ്രേ പെയിൻ്റാണ്, പഴയത് ബാലൻസ് വന്നതാണ്. അപ്പോൾ ഇത് മതി നമുക്ക് ഈ ഒരു പരിപാടിക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് സ്പ്രേ പെയിൻ്റൊക്കെ ഇങ്ങനെ അടിച്ച് സെറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ലുക്ക് തന്നെ അങ്ങ് മാറും. പിന്നെ ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ പെയിൻറ്റോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അടിക്കാം, ഇല്ല എങ്കിൽ അതുപോലെ തന്നെ സെറ്റ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ താല്പര്യം. എല്ലാം സെറ്റായില്ലേക്കാ. ഇതുപോലെ അടുത്ത ഭാഗങ്ങൾ അവിടെ പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം മറ്റേ എൻ്റെ സൈസിനനുസരിച്ച് ഇതിനെ നമുക്ക് മോൾഡ് ചെയ്യാം. ഇതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ പ്രത്യേകിച്ച് വലിയ സംഭവങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. വെറും ടാഗ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. ടാഗ് വെച്ചിട്ട് നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. നേരത്തെ ഞാൻ ടാഗ് വെച്ചിട്ട് തന്നെയാണ് ചെയ്തിരുന്നത്. അതിനൊന്നും ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ അത് സക്സസ് ആയതുകൊണ്ട് പിന്നെയും ടാഗ് തന്നെ ഉപയോഗിക്കുന്നു. സാധാരണ എല്ലാവരും മേടിക്കുന്നത് സാധാരണയുള്ള മറ്റേ പച്ച നെറ്റാണ്. അത് കിടക്കാത്തത് കൊണ്ടാണ് നമ്മൾ നോർമൽ നെറ്റ് മേടിച്ചിട്ട് ഇതിനെ പ്രൈമർ അടിച്ചെടുത്താണ് ഈ നെറ്റ്. ഈ വലുപ്പത്തിലൊക്കെ നമ്മളൊരു കൂട് മേടിക്കുകയാണെങ്കിൽ 1000, 1500, 2000 രൂപ എന്തായാലും മേടിക്കും. നമ്മളിപ്പോൾ ഈ രീതിയിൽ സെറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ മാക്സിമം 350, 400, പരമാവധി 500 രൂപയ്ക്ക് നമുക്ക് ചെയ്യാവുന്നതാണ്. എൻ്റെ കയ്യിൽ നിന്ന് ഞാനിത് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിച്ചിട്ട് ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ തുടങ്ങിയതാണ് കേട്ടോ. യൂട്യൂബ് ബ്ലോഗർ, കുട്ടി ബ്ലോഗർ. നമുക്ക് ഇതിൻ്റെ അകത്തിറക്കി വെച്ചിട്ട് ഇത് ഫുള്ള് ടാഗ് അടിച്ചിട്ടില്ല കേട്ടോ. ടാഗ് അടിക്കുന്നതിന് മുന്നേ ചെറിയ കലാപരിപാടികളൊക്കെ ചെയ്തില്ലെങ്കിൽ അവസാനം നമ്മൾ കഷ്ടപ്പെടും. പിന്നെ ആ കൂടുണ്ടല്ലോ, കൂട് അതുകൂടി നമുക്ക്, അതായത് കിളിക്കൂട്, ആ സംഭവം കൂടി ഇതിനകത്ത് ഇറക്കി വെച്ച് ഇപ്പോൾ സെറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ അതിനകത്തെല്ലാം നിങ്ങൾ നേരത്തെ കണ്ടതല്ലേ, മുട്ടകൾ ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെ ഇപ്പോൾ എടുക്കുന്നില്ല. ലാസ്റ്റ് കഷ്ടപ്പെട്ടിട്ടായാലും വെക്കാം. അങ്ങനെ ഇവിടെ ഒരു സൈഡ് സെറ്റായിട്ടുണ്ട്, ഒരു സൈഡ് ഫുള്ള് ടാഗ് അടിച്ചു. പേരയുടെ കമ്പുണ്ടല്ലോ, പേര മരത്തിൻ്റെ കമ്പ് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പൈപ്പും വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയൊക്കെ നമുക്ക് കൂടെ അടിച്ചു കഴിഞ്ഞ ശേഷം സെറ്റ് ചെയ്യും. അങ്ങനെ പോസ്റ്റ്മോർട്ടമൊക്കെ കഴിഞ്ഞ് നമ്മളിതാ തുന്നിക്കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. പോരാത്തതിന് ഞാൻ 2 ഡോറിന് വേണ്ടിയിട്ട് കുറച്ച് ഭാഗം അളന്നെടുത്ത് കട്ട് ചെയ്തിട്ടുണ്ട്.
കട്ട് ചെയ്തിട്ട് ഒരു തകര ഷീറ്റ്, അതായത് ഇവിടെ കിടന്ന വേസ്റ്റ് തകര ഷീറ്റ് വെച്ചിട്ട് ഇത് കണ്ടില്ല, ആ ഒരു ഷീറ്റൊക്കെ കട്ട് ചെയ്തെടുത്ത് ഒരു ഡോറൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിനെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കണം. കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഡമ്മി പോലെ ജസ്റ്റ് ഒന്ന് ചെയ്ത് വെച്ചതാണ്, അത് കറക്റ്റായി സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല. ഇനി അതിനെ സെറ്റ് ചെയ്യണം. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ പേരയ്ക്ക മരത്തിൻ്റെ കമ്പും പിന്നെ ഈ പൈപ്പ് എന്തിനാണ് വെക്കുന്നതെന്ന് മുകളിൽ വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ജോയിൻ്റ് വന്ന പോർഷനിൽ ഇതുപോലൊരു പൈപ്പ് ഇട്ടിട്ട് കെട്ടി വെച്ച് കഴിഞ്ഞാൽ ആ പൈപ്പിൽ നമുക്കിങ്ങനെ ഇതിനെ കെട്ടി തൂക്കിയിടാനായിട്ട് പറ്റും എവിടെയെങ്കിലും. അതാകുമ്പോൾ കൂട് വളഞ്ഞു പോവാണ്ട് അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പൈപ്പ് വെച്ചതാണ്. ഈ പൈപ്പുകളെല്ലാം ഈ വീട് പണി തീർന്നപ്പോൾ ബാലൻസ് വന്നതുകൊണ്ട് കുറേ പൈപ്പുകളുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എടുത്ത് വെച്ചു. നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്ന എന്താണോ അതൊക്കെ ഉപയോഗിക്കാം. ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കലാപരിപാടികളൊക്കെ ഒരുവിധം സെറ്റായി. ഇതാണ്ട് ഈ ഡോറിൻ്റെ സ്ലൈഡിങ് ലോക്കൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്ലൈഡ് വേറെ ഒന്നുമല്ല, ടാഗിനെ തന്നെ ഇങ്ങനെ മടക്കി എടുത്തിട്ടൊക്കെ വെച്ചിട്ട് ഒരു അല്പം സൂപ്പർ ഗ്ലൂ ആ ടാഗിൻ്റെ ലോക്കിൽ ഒഴിച്ച് വെച്ചേക്കുന്നതാണ്. പിന്നെ മറ്റേതിനെ കട്ട് ചെയ്തെടുത്താണ്, രണ്ട് സൈഡിലും വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പറഞ്ഞ പോലത്തെ സംഭവങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. ഒരു പൈപ്പ് എടുത്ത് താഴോട്ട് വെച്ചിട്ടുണ്ട്. താഴെ വെച്ച് നടുക്ക് വെക്കാത്ത എന്താണെന്ന് വെച്ചാൽ അപ്പുറം ഇപ്പുറം ഞാൻ ചട്ടി വെക്കുന്നുണ്ട്. വേണ്ടോ ഒരു ഊഞ്ഞാലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സംഭവം എന്തായാലും നല്ല വലിപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിനി ഇതിനകത്ത് ചട്ടികളാണ് വെക്കേണ്ടത്. ചട്ടി ഇതേ പഴയ കിളിക്കൂടിൽ നിന്ന് കുറേ കിളികളൊക്കെ നമ്മൾ നേരത്തെ മാറ്റി ഇതിനകത്തോട്ട് ഇട്ടതാണ്. ചെറിയ കിളിക്കൂട് ഇതിനകത്ത് നമ്മൾ ചട്ടിയെടുത്ത് വെക്കണം. ഇനി അതുപോലെ പഴയ നമ്മൾ മാറ്റി വെച്ച കുറേ ചട്ടികളൊക്കെ ഉണ്ട്, അതെല്ലാം പറക്കി നമ്മൾ ഇതിനകത്തോട്ട് വെക്കാനുള്ള കലാപരിപാടികൾ നോക്കാൻ പോവുകയാണ്. പക്ഷേ വെക്കുമ്പോൾ നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ ചട്ടികളിലൊക്കെ നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞ പോലെ ഈ കിളികളും മുട്ടകളും ഒക്കെ ഇരിപ്പുള്ളത് കൊണ്ട് നമുക്ക് അത്രയും സൂക്ഷിച്ചേ എടുത്ത് വെക്കാൻ പറ്റുള്ളൂ. പിന്നെ അപ്പുറം ഇപ്പുറം ആ ഫാനിൻ്റെ ആ റൗണ്ട് വരുന്ന പോർഷനിൽ നമ്മളിതേപോലെ ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ഇതിൽ ഒരു അടപ്പ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് ആ ഒരു പോർഷൻ അവിടെ അതങ്ങ് കവറാവും. അല്ലെങ്കിൽ പിന്നെ അവിടെ ഒരു ഓട്ടമായിട്ട് കിടക്കും. എങ്ങനെയുണ്ട്? കൊള്ളാമോ? അങ്ങനെ അവസാനം നമ്മുടെ കിളിക്കൂട് സെറ്റായിട്ടുണ്ട്. ഇതിനകത്ത് ഇനി നമ്മളെ കിളിക്കുട്ടന്മാരെ എടുത്തിട്ടിട്ട് അതിൻ്റെയൊക്കെ സന്തോഷം ഒന്ന് കാണണം. അപ്പോൾ അങ്ങനെ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാവുന്ന കിളിക്കൂട് സെറ്റായിട്ടുണ്ട്. ഇതാ ഇവിടെ എല്ലാം സെറ്റാണ്. വേണ്ട ഒരെണ്ണം വന്നിരുന്നിട്ട് ഊഞ്ഞാലാടാൻ ശ്രമിക്കുന്നുണ്ട്. ഓരോരുത്തരായിട്ട് മാറി 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 ശ്രമിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും മറക്കണേ.